അടുത്തത് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ചോള ഭരണത്തെക്കുറിച്ചാണ്. സി 9-ാം നൂറ്റാണ്ട് മുതൽ 14-ാം നൂറ്റാണ്ട് വരെ ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ശക്തിയായിരുന്നു ചോളന്മാർ അഥവാ ചോള രാജാക്കന്മാർ. പരമാധികാരിയായ രാജാവ്, ഉപദേശകരായിട്ടുള്ള മന്ത്രിമാര്, ഉദ്യോഗസ്ഥന്മാര് ഇവർ ചേർന്ന ഒരു കേന്ദ്ര ഭരണകൂടമായിരുന്നു അന്ന് രാജ്യം ഭരിച്ചിരുന്നത്. അല്ലെങ്കിൽ രാജ്യഭരണം നിർവഹിക്കാൻ വേണ്ടി ഒരു രാജാവും അവർക്ക് കീഴിൽ ധാരാളം മന്ത്രിമാരും ധാരാളം ഉദ്യോഗസ്ഥന്മാരും അടങ്ങിയ വലിയൊരു ശക്തി തന്നെ ചോള രാജാക്കന്മാർക്കുണ്ടായിരുന്നു. രാജ്യഭരണത്തിൻ്റെ പിന്തുടർച്ചാവകാശം മക്കത്തായമനുസരിച്ചായിരുന്നു. രാജശാസനകളിലൂടെയായിരുന്നു ഭരണം നിയന്ത്രിക്കപ്പെട്ടിരുന്നത്. ഒലൈനായകം എന്നറിയപ്പെട്ട പ്രധാന ഉദ്യോഗസ്ഥനായിരുന്നു രാജശാസനകൾ മറ്റു ഉദ്യോഗസ്ഥന്മാർക്ക് എത്തിച്ചു കൊടുത്തിരുന്നത്. മാത്രമല്ല, ചോള രാജാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അന്ന് ഏറ്റവും അറിയപ്പെട്ട വലിയൊരു നാവിക ശക്തിയും അവർക്കുണ്ടായിരുന്നു. മലേഷ്യ, ഇന്തോനേഷ്യ, സിലോൺ മുതലായ പ്രദേശങ്ങളിലേക്ക് ചോള സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതി വ്യാപിച്ചിരുന്നതിൽ ഈ നാവിക ശക്തിക്ക് വലിയ ഒരു പങ്കുണ്ടായിരുന്നു. ചോള ഭരണത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ഗ്രാമ സ്വയംഭരണമായിരുന്നു. ഭരണ സൗകര്യത്തിന് വേണ്ടി ചോള രാജാക്കന്മാർ രാജ്യത്തെ മണ്ഡലങ്ങൾ, വളനാടുകൾ, നാടുകൾ, കൊട്ടം എന്നിങ്ങനെ വിഭജിച്ചിരുന്നു. സ്വയം ഭരണാധികാരമുള്ള ഗ്രാമങ്ങളുടെ സമൂഹമായിരുന്നു കൊട്ടം. ഗ്രാമഭരണവുമായി ബന്ധപ്പെട്ട എല്ലാ ചുമതലകളും അധികാരങ്ങളും ഗ്രാമീണ ജനതയിൽ നിക്ഷിപ്തമായിരുന്നു. അഥവാ ഓരോ ഗ്രാമത്തിലും ആ ഗ്രാമഭരണം നടത്താൻ ആവശ്യമായിട്ടുള്ള ഭരണാധികാരികൾ, ഗ്രാമീണർ, അതുപോലെ തന്നെ ഗ്രാമതലവന്മാർ ഒക്കെ ഉണ്ടായിരുന്നു. ഗ്രാമഭരണത്തിന് വേണ്ടി ഊര്, സഭ എന്നിങ്ങനെ 2 സമിതികൾ പ്രവർത്തിച്ചിരുന്നു. ഗ്രാമത്തിലെ എല്ലാ ജനങ്ങളും ഉൾക്കൊണ്ട ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ ഭരണാധികാരികളെ ഊര് എന്നും, ബ്രാഹ്മണർ മാത്രം ഉൾക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ ഉൾപ്പെട്ടിരുന്ന ഭരണ സംവിധാനത്തെ സഭ എന്നും വിളിച്ചിരുന്നു. ക്ഷേത്ര പരിസരങ്ങളിലാണ് ഈ സമിതികൾ ചേർന്നിരുന്നത്. സഭയുടെ സവിശേഷതകളാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. എന്തെല്ലാമാണ് സഭയുടെ സവിശേഷതകൾ? സഭയുടെ പ്രവർത്തനത്തിനായി പ്രത്യേകം നിയമങ്ങളുണ്ടായിരുന്നു. ഭരണ നിർവഹണത്തിനായി സഭയെ പല പഞ്ചായത്തുകളായിട്ട് തരംതിരിക്കുകയും അവർക്ക് ഓരോ പഞ്ചായത്തിനും വിവിധ ചുമതലകൾ ഏൽപ്പിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിലൂടെയും നറുക്കെടുപ്പിലൂടെയുമായിരുന്നു പഞ്ചായത്ത് അംഗങ്ങളെ തീരുമാനിച്ചിരുന്നത്. അംഗങ്ങളെ വർഷം തോറും തിരഞ്ഞെടുത്തിരുന്നു. അഥവാ ഓരോ വർഷവും പഞ്ചായത്ത് അംഗങ്ങൾ അങ്ങനെ മാറ്റിയിരുന്നു. ഒരാൾക്ക് തുടർച്ചയായി പരമാവധി 3 തവണ മാത്രമാണ് അംഗമായിരിക്കാനുള്ള അവകാശമുണ്ടായിരുന്നത്. അപ്പോൾ ഒരു പഞ്ചായത്ത് അംഗം ഒരു പ്രാവശ്യം വന്നാൽ അയാൾക്ക് 3 പ്രാവശ്യം വരെ ഒരുമിച്ച് പഞ്ചായത്ത് അംഗമാകാം. പിന്നീട് അയാൾക്ക് ആവാനുള്ള ചാൻസ് ഉണ്ടായിരുന്നില്ല. കൂലി, കളവ് മുതലായ കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ടവർക്ക് പിന്നീട് മത്സരത്തിൽ പങ്കെടുക്കാനോ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാനൊന്നുമുള്ള അവകാശമുണ്ടായിരുന്നില്ല. സഭയിലെ അംഗങ്ങൾ പെരുമക്കൾ എന്നും പഞ്ചായത്തിലെ അംഗങ്ങൾ വാരിയ പെരുമക്കൾ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് സഭയുടെ അധികാരങ്ങളാണ്. 1. ക്ഷേത്രങ്ങൾക്ക് വേണ്ടി ഭൂമി സ്വീകരിക്കുക, ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി നികുതി പിരിക്കുക, ജനക്ഷേമത്തിന് വേണ്ടിയുള്ള മരാമത്ത് പണികൾ നടത്തുക, രേഖകളും കണക്കുകളും സൂക്ഷിക്കുക, ഗ്രാമത്തിലെ നീതിന്യായ ഭരണം നിർവഹിക്കുക. ഇതായിരുന്നു സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലകൾ അല്ലെങ്കിൽ അധികാരങ്ങൾ.